നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്രയും ആർത്തിയുള്ള ആൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കാണില്ലെന്നും ആർത്തിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹം തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CMP 11ാം പാർട്ടി കോൺഗ്രസിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. UDFന്റെ ഹൃദയമാണ് CMP എന്നും CMPയോട് നന്ദികേട് കാട്ടില്ല എന്നതാണ് കോൺഗ്രസിന്റെ വാക്കെന്നും സതീശൻ പറഞ്ഞു. പിണറായിയുടെ കിരീടത്തിൽ അഴിമതിയുടെ പൊൻതൂവലുകളാണ് ഓരോ ദിവസവും വച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും, AI ക്യാമറയിലെ അഴിമതിയും, ഫോണിലെ വിവാദവും, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതിയും മാസപ്പടിയും ഉൾപ്പെടെ 6 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയുള്ളത്. ആ ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെയാണ് ആർത്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പിണറായിക്ക് ധൈര്യമില്ല. കേന്ദ്രത്തിനെതിരായ സമരം പൊതുസമ്മേളനമാക്കി മാറ്റി. നിയമസഭയെ അവഹേളിച്ച ഗവർണർക്കെതിരെ സംസാരിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല. മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്നതാണ് ഇതിനു കാരണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണതയാണ് CPM നേരിടുന്നത്. CPM തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോയി. ഏതു നയപരമായ തീരുമാനത്തിലും ഇടതു സ്വഭാവമില്ല. മോദിയെയും ലോകത്തെ തീവ്ര വലതു കക്ഷികളെയും പോലുള്ള നിലപാടാണ് കേരളത്തിലെ CPMും സർക്കാരും എടുക്കുന്നത്. ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ സ്തുതിഗീതം പാടുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി സൂര്യനാണ്, ചന്ദ്രനാണ്, കുന്തമാണ്, കൊടച്ചക്രമാണെന്നൊക്കെ വാഴ്ത്തിപ്പാടുന്നത്. അതുകേട്ട് സന്തോഷവാനായ മുഖ്യമന്ത്രി തലകുലുക്കി ഇരിക്കുകയാണെന്നും സതീശൻ വിമർശിച്ചു. ഇടതുഭരണം കേരളത്തെ മുടിഞ്ഞ തറവാടാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം പത്മ പുരസ്കാരങ്ങൾ പ്രതിഭാശാലികളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്നും ഇന്ത്യക്കാരനായ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾക്ക് പരിഗണിക്കുന്നെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ, മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത വായിച്ചപ്പോൾ ആദ്യം ഓർത്തത് മമ്മൂട്ടിയെക്കുറിച്ചാണ്. 1998 പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക്. 4 നൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ തികവിനെയോ വിസ്തരിക്കേണ്ടതില്ല. ടി. പത്മനാഭൻ, MK സാനു, C. രാധാകൃഷ്ണൻ, സാറ ജോസഫ്, സജിത ശങ്കർ, സുജാത മോഹൻ, MN കാരശ്ശേരി, നെടുമുടി വേണു, ഡോക്ടർ MV പിള്ള, ദീപൻ ശിവരാമൻ, ഡോക്ടർ VS വിജയൻ തുടങ്ങി എത്രയോ പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും പത്മ പുരസ്കാരങ്ങൾ അകലെയാണ്. P. ഭാസ്കരന്റെയും ONVയുടെയും സമകാലികനാണ് ശ്രീകുമാരൻ തമ്പി. പത്മ പുരസ്കാരത്തിന് എന്നേ അർഹൻ. എന്താണ് പട്ടികയിൽ ആ പേരില്ലാത്തത്? ഇന്ത്യ എന്ന മനോഹരവും ഗംഭീരവുമായ സങ്കല്പത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതാവണം രാജ്യം നൽകുന്ന ആദരവെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ പത്മ പുരസ്കാരത്തിൽ ചോദ്യങ്ങളുമായി ഇറങ്ങിയ പ്രതിപക്ഷ നേതാവ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ആദ്യം തയ്യാറാകേണ്ടതെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ വ്യക്തമാക്കി. പത്മ പുരസ്കാര നിർണയത്തിൽ 2014 ശേഷം വന്ന മാറ്റം മനസ്സിലാക്കണം. സാമൂഹിക സേവനം ചെയ്യുന്ന സാധാരണക്കാർക്കാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഥമ പരിഗണന. അർഹരായവർ ഇനിയുമുണ്ട്. ആരുടെയും അവസരങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഭാരത സർക്കാർ പത്മശ്രീ കൊടുത്ത് ആദരിക്കേണ്ട ഒരാളല്ല താനെന്ന് MN കാരശ്ശേരി വ്യക്തമാക്കി. താനത് അർഹിക്കുന്നില്ലെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. ബഷീറിനും ലീലാവതിക്കും MTക്കും ഒക്കെ കിട്ടിയ പുരസ്കാരമാണ് പത്മശ്രീ. അവരെ പോലെ മലയാള സംസ്കാരത്തിനോ ഇന്ത്യ ചരിത്രത്തിനോ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളല്ല താൻ. പ്രതിപക്ഷ നേതാവ് തന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്ന് അറിഞ്ഞതിൽ സന്തോഷവുമുണ്ടെന്നും MN കാരശ്ശേരി പ്രതികരിച്ചു.